ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബട്ടൂരയുടെ റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചു തരാനാണ്. വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടും ഇതാ നോക്കി നല്ല പൊങ്ങി വരുന്ന രീതിയിലുള്ള ബട്ടൂര നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ പുതിയ ഇതേപോലെ എല്ലാവർക്കും ഉപകാരപ്രദമായ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് ആദ്യമേ ഒന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൊടുക്കണേ. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. എടുത്തിരിക്കുന്നത് 1/2 കിലോ മൈദയാണ്. പിന്നെ ഇളം ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. ഷുഗർ 2 ടേബിൾ സ്പൂണും സോൾട്ട് 1/2 ടീസ്പൂണും ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് വേണ്ടത്. പിന്നെ സൺഫ്ലവർ ഓയിലാണ് വേണ്ടത്. വെളിച്ചെണ്ണ നമ്മൾ കഴിവതും ഒഴിവാക്കണം. കാരണം വെളിച്ചെണ്ണയ്ക്ക് ഒരു സ്മെല്ലുള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു സ്മെല്ല് ബട്ടൂര ചെയ്യുമ്പോഴത്തേക്ക് ഇഷ്ടാവില്ല. അതുകൊണ്ട് എന്തെങ്കിലും റിഫൈൻഡ് ആയിട്ടുള്ള സ്മെല്ലില്ലാത്ത ഓയിൽ വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. അതിനുശേഷം ആദ്യമേ മൈദപ്പൊടിയിലേക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും പഞ്ചസാരയും ഉപ്പും ഇട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് ജസ്റ്റ് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം മാത്രമേ നമുക്ക് ഓയിലും പാലൊക്കെ ചേർക്കാൻ പാടുള്ളൂ. അതിനുശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇളം ചൂടുള്ള പാല് വേണം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി. അതും പകുതി പാലാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് പൊടിയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാം നന്നായിട്ടൊന്ന് എത്തിയതിന് ശേഷം മാത്രം ബാക്കിയുള്ള പാലും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പാലും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഈ ഒരു കപ്പ് പാല് മതിയായിരുന്നു. കറക്റ്റ് മെഷർമെൻ്റാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതിനുശേഷം എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് നമ്മൾ ചപ്പാത്തിയുടെ മാവൊക്കെ കുഴച്ചെടുക്കൂലേ, അതേപോലെ ആക്കിയെടുക്കണം. എല്ലാം നന്നായി ഒന്ന് റെഡിയാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് നീഡ് ചെയ്തെടുക്കണം. ഞാൻ നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ട് കൈവച്ച് ഒന്ന് നീഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതേപോലെ നല്ല രീതിയിൽ നീഡ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല സോഫ്റ്റും അതേപോലെ നന്നായിട്ട് പൊങ്ങി കിട്ടുന്ന ബട്ടൂര തയ്യാറാക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഒരല്പം ഓയിൽ നമ്മൾ നന്നായിട്ട് ഇതേപോലെ ചപ്പാത്തിയുടെ മാവ് പോലെ ആക്കിയതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഒരു മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെ മതിയാകും. ഇപ്പോൾ നല്ല ചൂട് ക്ലൈമറ്റൊക്കെ ആകുമ്പോൾ 1.5 മണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് എനിക്കിത് ഡബിൾ സൈസായിട്ട് തന്നെ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ ഡോയിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് ഡോ ഒരുപാട് ഡ്രൈ ആയി പോവാതിരിക്കാനാണ്. നല്ലൊരു വെറ്റായിട്ട് കിട്ടാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ചെറിയ ഉരുളകളാക്കി എടുത്തതിന് കൗണ്ടർ ടോപ്പിലിട്ട് നമുക്ക് നല്ല റൗണ്ടാക്കി പരത്തിയെടുക്കാം. ഞാനിവിടെ ഫ്രൈ ചെയ്യാൻ എടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. എപ്പോഴും നമ്മൾ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും നല്ലൊരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി. ഓയിൽ ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിലൊന്ന് ചൂടാവട്ടെ. നല്ല ചൂടെണ്ണയിലേക്ക് വേണം നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ബട്ടൂര ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി. നമ്മൾ ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ ചെറിയ ബബിൾസ് വരുമ്പോഴത്തേക്കും സൈഡിൽ നിന്ന് എണ്ണ ഇതേപോലെ കോരി ഇട്ട് കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പൊന്തി കിട്ടാൻ വേണ്ടി വരും. അങ്ങനെയാണ് ബട്ടൂര നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ടത്. സാധാരണ ആൾക്കാർ ഇങ്ങനെ വെറുതെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് പൊങ്ങൂല. എണ്ണ ഒരേ ലെവലിൽ വരുമ്പോഴാണ് നല്ല രീതിയിലുള്ള ബട്ടൂര നല്ല പൊങ്ങി വന്ന് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇതേപോലെയുള്ള മെഷർമെൻറ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഒരു വീട്ടിലത്തേക്ക് നമുക്കൊരു 1/2 കിലോ പൊടിയാണെങ്കിൽ ഒരു 10-15 ബട്ടൂര തന്നെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫുഡാണ്. ബട്ടൂരിനെ കൂടി നല്ലൊരു കോമ്പിനേഷൻ പറയുന്നത് ചന മസാലയാണ്. ചന മസാലയുടെ റെസിപ്പിയും ഞാൻ നേരത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഞാനിവിടെ ഇന്ന് എഗ്ഗാണ് കറി വെച്ചിരിക്കുന്നത്. ബട്ടൂരയും എഗ് റോസ്റ്റും നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ മറക്കാതെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.